ഇനി ബഹ്റൈനിലെ സക്കീർ എയർബേസിലേക്ക് പോകാം. അവിടെ ബഹ്റൈൻ ഇൻ്റർനാഷണൽ എയർ ഷോ നടക്കുകയാണ്. എമിറേറ്റ്സിൻ്റെ A380 വിമാനം, അതേപോലെ ഇന്ത്യയുടെ സാരംഗ് ഹെലികോപ്റ്ററുകൾ അവ തീർക്കുന്ന ദൃശ്യവിസ്മയങ്ങൾ കാണിച്ചു തരും ഷെഫി ഷാജഹാൻ. 2 നിലകൾ, 4 എഞ്ചിനുകൾ, ഏകദേശം 500ഓളം യാത്രക്കാരെ വഹിക്കാൻ ശേഷി. നിലവിൽ കൊമേഴ്ഷ്യൽ സെക്ടറിലുള്ള ഏറ്റവും വലിയ വിമാനങ്ങളൊന്നായ എമിറേറ്റ്സ് A380-800 മുൻപിലാണ് നമ്മളിപ്പോഴുള്ളത്. അൻപത്തിയൊൻപത് രാജ്യങ്ങളിൽ നിന്നുള്ള 226 സിവിലിയൻ സൈനിക പ്രതിനിധികളാണ് ഇത്തവണ ബഹ്റൈൻ ഇന്റർനാഷണൽ എയർ ഷോയിൽ പങ്കെടുത്തത്. 125ലധികം എയർക്രാഫ്റ്റുകൾ പ്രദർശിപ്പിച്ചു. എമിറേറ്റ്സിന്റെ എയർബസ് A380 ആയിരുന്നു വിമാനങ്ങളിലെ താരം. തലയെടുപ്പോടെ എമിറേറ്റ്സിന്റെ ആ ഭീമൻ വിമാനം നിൽക്കുന്നത് തന്നെ ഒരു കാഴ്ചയായിരുന്നു. രണ്ട് നീലത്തിമിംഗലങ്ങളുടെ നീളവും 5 ജിറാഫുകളുടെ പൊക്കവും. ഇതാണ് എമിറേറ്റ്സിന്റെ എയർബസ് A380 എന്ന വിമാനത്തിന്റെ വലുപ്പം. എയർക്രാഫ്റ്റുകൾ വർണ്ണവിസ്മയം തീർത്ത ബഹ്റൈൻ അന്താരാഷ്ട്ര എയർ ഷോയിൽ താരപരിവേഷമായിരുന്നു എമിറേറ്റ്സിന്റെ ഈ ഭീമൻ വിമാനത്തിന്. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഫ്ലൈറ്റാണിത്. A380 ആണ്. അതിൽ 4 ടൈപ്പ് ഇതുണ്ട്. അതിൽ ഇക്കണോമി, പ്രീമിയം ഇക്കണോമി, ബിസിനസ് ക്ലാസ്, പിന്നെ ഫസ്റ്റ് ക്ലാസ് ഒക്കെ ഉണ്ട്. 2 സ്പാ ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര വലിയ എക്സ്പീരിയൻസ് ആണ്. വലിയ ലോഞ്ചും എല്ലാ കാര്യങ്ങളും. ഭയങ്കര സ്പേസ് ആണ്. നമുക്കൊരു റോയാലിറ്റി ഫീല് അവിടെ കാണുമ്പോൾ വേറൊരു ലോകം തന്നെയാണ് എമിറേറ്റ്സ് A380 എന്നുള്ളത്. 2 നിലകളും 4 എഞ്ചിനുകളുമുള്ള പറക്കുന്ന കൊട്ടാരം. ഡബിൾ ഡെക്ക് ജെറ്റ് എയർലൈനായ എയർബസ് A380 ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യാത്രാ വിമാനമാണ്. സൂപ്പർ ജംബോ എന്ന പേരിൽ അറിയപ്പെടുന്ന എമിറേറ്റ്സിന്റെ ഈ എയർബസിനെ അത്യാഡംബരങ്ങളുടെ കലവറ എന്ന് തന്നെ വിശേഷിപ്പിക്കണം. ഇക്കോണമി, പ്രീമിയം ഇക്കോണമി, ബിസിനസ് ക്ലാസ്, ഫസ്റ്റ് ക്ലാസ് എന്നിങ്ങനെ 4 യാത്രാ വിഭാഗങ്ങളിലായി 500ലധികം യാത്രക്കാരെ ഉൾക്കൊള്ളാൻ വിമാനത്തിന് ശേഷിയുണ്ട്. ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നവർക്ക് സ്വന്തമായി പ്രൈവറ്റ് ജെറ്റിൽ യാത്ര ചെയ്യുന്ന പ്രതീതിയാണ് എമിറേറ്റ്സ് ഒരുക്കുന്നത്. ഓരോരുത്തർക്കുമായുള്ള പ്രൈവറ്റ് ക്യാബിനും ഷവർ സ്പാ അടക്കമുള്ള സജ്ജീകരണങ്ങളുമെല്ലാം ആരുടെയും മനം മയക്കുന്നതാണ്. വിമാനങ്ങളുടെ പ്രൗഢി കണ്ട് ഞെട്ടൽ മാറാതെ നിൽക്കുന്നവരെ ആകാശത്ത് ഹെലികോപ്റ്ററുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുന്ന കലാകാരന്മാർ കാത്തിരിപ്പുണ്ടായിരുന്നു. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ടീം സാരംഗ്. International platforms are events are a big platform for us to showcase our professionalism, what we stand for as a part of the Indian Air Force. So we, as you must be aware, are part of the Sarang team of Indian Air Force, Sarang helicopter display team. So we have been to a number of international air shows. Before this we had been to Egypt. So every air show is a big opportunity. It gives a good platform for all of us to showcase our indigenous aircraft and the professionalism of our Indian Air Force pilots. It's the crowd that makes us feel special because without fans there is no star. So if we make all ourselves stars in the air, it's all because of the crowd that watching us. They are watching us from below, and that is what makes it so special. അത്ഭുതപ്പെടുത്തുന്ന അഭ്യാസങ്ങളുമായി നിരവധി ആരാധകരെ സൃഷ്ടിച്ചാണ് ഇന്ത്യൻ എയർഫോഴ്സ് ബഹ്റൈൻ വിട്ടത്. ഹെലികോപ്റ്ററുകൾ കൊണ്ട് കണ്ണഞ്ചിപ്പിക്കുന്ന എയറോബാറ്റിക് പ്രകടനങ്ങളായിരുന്നു ടീമിന്റെ പ്രധാന ആകർഷണം. Yeah, as a part of Sarang helicopter display team, I guess each and every member of the team feels the same proud that I feel in representing India on the foreign grounds. So it itself is a proud moment. Like we meet Indians here, and so that gesture that they gave, that we are making them feel proud that this is all about the Sarang team and the Indian Air Force. So മയിൽപീലിയുടെ വർണ്ണങ്ങൾ ആലേഖനം ചെയ്ത 4 ഹെലികോപ്റ്ററുമായാണ് സക്കീറിലെ എയർബേസിലേക്ക് ഇന്ത്യൻ ടീം എത്തുന്നത്. എയർ ഷോ ആസ്വദിക്കാനെത്തിയവർ പിന്നീട് സാക്ഷിയായത് ആകാശത്ത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ പകരം വയ്ക്കാനില്ലാത്ത പ്രകടനങ്ങൾക്കാണ്.
ടീം സാരംഗിലേക്ക് വരുമ്പോൾ ഇന്ത്യ എന്ന വികാരത്തിനൊപ്പം കേരളത്തിനും ഏറെ അഭിമാനം പകരുന്ന മറ്റൊരു കാര്യമുണ്ട്. ടീമിലെ മലയാളി സാന്നിധ്യം. സ്ക്വാഡ്രൺ ലീഡർ സച്ചിൻ ഗോവിന്ദും സജൻ ദീപകും സാരംഗ് ടീമിനായി ബഹ്റൈനിൽ ഹെലികോപ്റ്റർ പറത്തിയ മലയാളികളാണ്. ബഹ്റൈനിൽ നിന്ന് ലഭിക്കുന്നത് വളരെ മികച്ച സ്വീകരണമാണെന്നും ലോകത്തിലെ ഒരേയൊരു മിലിറ്ററി ഹെലികോപ്റ്റർ ഡിസ്പ്ലേ ടീമാണെന്ന പ്രത്യേകതയും അഭിമാനിക്കാവുന്ന കാര്യമാണെന്ന് മലയാളിയായ സ്ക്വാഡ്രൺ ലീഡർ സച്ചിൻ ഗോവിന്ദ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. അപ്പാർട്ട് ഫ്രം മലയാളി, ഒരു ഇന്ത്യൻ എന്ന നിലയ്ക്ക് പല വേദികളിൽ പോകാൻ പറ്റിയ വലിയൊരു ഭാഗ്യം തന്നെയാണ്. അതിൽ കൂടെ ഇവിടെ മലയാളി ക്രൗഡ് ഇത്ര ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഒരു സ്പെഷ്യൽ ഫീലിംഗ് തന്നെയാണ്. അത് വളരെ നല്ല റിസപ്ഷനാണ്. എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്നാ വരാൻ പറ്റുന്നതെന്ന്. അപ്പോൾ അത് കാണുമ്പോൾ നമ്മളും ഹാപ്പിയാണ്. നമ്മുടെ പർപ്പസ് എന്ന് പറയുന്നത് ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും നല്ലൊരു റെസ്പോൺസ് ബഹ്റൈനിൽ എസ്പെഷ്യലി വളരെ നല്ല റെസ്പോൺസാണ്. ഇപ്പോൾ മാം പറഞ്ഞ പോലെ നമ്മൾ വേൾഡ് ദ ഒൺലി ഫയർ ക്രാഫ്റ്റ് മിലിറ്ററി ഹെലികോപ്റ്റർ ഡിസ്പ്ലേ ടീം. അപ്പോൾ അത് ബാക്കി കൺട്രീസ് റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു പ്രൗഡ് മൊമെൻ്റ് ഉണ്ട്. വി ആർ ദ ഒൺലി വൺ എന്നുള്ളൊരു ഫീലിംഗ് കിട്ടുന്നത് വളരെ, അത് ഇൻ്റർനാഷണൽ വെന്യൂസിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. 2004 ഫെബ്രുവരി 23 സിംഗപ്പൂരിലെ ഏഷ്യൻ എയറോസ്പേസിലായിരുന്നു സാരംഗിന്റെ ആദ്യത്തെ പൊതുപ്രദർശനം. ലോകമെമ്പാടുമുള്ള എയർ ഷോകളിൽ ആകർഷകമായ പ്രകടനം കാഴ്ചവെച്ച സാരംഗ് ടീം ബഹ്റൈനിലും ആ വിസ്മയ കാഴ്ച ആവർത്തിച്ചാണ് മടങ്ങുന്നത്. വീക്കെൻഡ് അറേബ്യയിൽ ചെറിയൊരു ഇടവേള.